ന്യായമാണോ ഇത്? നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവ സന്തോഷം പഠിച്ചോണ്ടാണ് സായിയോട്. സായി എന്റെ കോമാളിത്തരം പറഞ്ഞപ്പോ എടാ നിന്റെ മുഖാഗ്രഹം ചാനലല്ലേ ചോദിച്ചേ സഹിച്ചോ? ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്തിട്ട് 3 കാര്യങ്ങൾക്കാണ്. 1 കോമാളിത്തരം, 2 അപരാധം, 3 അഡൽട്ട. 3 അത് 3 കാണിച്ച ആദ്യം വന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ്. ആദ്യം സിനിമകളിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. ചില ആൾക്കാർ വിശ്വസിക്കുന്നറിയോ, പണ്ഡിറ്റിനെ തെറി വിളിക്കുന്ന ആൾക്കാരുടെ വരുമാനവും പണ്ഡിറ്റിനായിരിക്കും കിട്ടുക എന്ന് പറയുന്ന ചില ആൾക്കാർ പറയുന്നുണ്ട്. ഗൂഗിളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? സാർ അതിപ്പോ സന്തോഷ് പണ്ഡിറ്റിന്റെ ചിലപ്പോ സാറിനും തെറി കേൾക്കുന്നുണ്ടാവാം. ചോദിച്ചു വാങ്ങണ്ടായിരുന്നു. നമ്മളിപ്പോ ഒരു കുഞ്ഞു ഡ്രസ്സ് ഇട്ടു, അതിന്റെ പേരിൽ നമുക്ക് കുറച്ച് ലൈക്കും ഷെയറും കിട്ടി. ഇനി അത്ര ആളുകൾ പരിപാടി അവസാനിപ്പിക്കേണ്ടി വരും. ഒരുപാട് സ്കോപ്പില്ല അല്ലേ സാർ? ഇനി അങ്ങോട്ട് സ്കോപ്പില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇവിടെ ഇപ്പോഴും അത് മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. അത് ശരിയാ അല്ലേ? നമ്മുടെ ആറാട്ടണ്ണൻ, പിന്നെ ഒരു അലൻ ജോസ് പെരേര, ഇവരൊക്കെ ആൾക്കാർ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നത് അണ്ണനല്ല പറയുന്നത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആറാട്ട് സിനിമയ്ക്ക് റിവ്യൂ എടുത്ത സമയത്ത് പുറത്ത് കണ്ട ഭയങ്കര ഒരു മോശം പറഞ്ഞു. ഞാൻ ഇതുവരെ ഒരു കോമാളിത്തരം മനഃപൂർവ്വം കാണിച്ചിട്ടില്ല. ഇതിപ്പോ ഓൺലൈൻ മീഡിയ ഞാൻ പറഞ്ഞ പലതും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും വലിയ കോമാളി ഞാനാണ്. കോമാളിത്തരം മനഃപൂർവ്വം കാണിച്ചിട്ടില്ല. ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. എനിക്ക് പേഴ്സണലി അറിയുന്ന ആളാ. ഈ കോമാളിത്തരം മനഃപൂർവ്വം കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ മുന്നിലിരിക്കുന്നുണ്ട്. മനഃപൂർവ്വം കാണിച്ചിട്ടില്ല. നടിമാരെയൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി താങ്കൾ എന്തിനാണ് ഇഷ്ടമാണ് പറയുന്നത് മോശം കാര്യമാണോ? ഇപ്പൊ ജയഭാരതി എനിക്ക് കെട്ടണം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അല്ല, എനിക്ക് ഇഷ്ടമാണ്. ക്രസ്റ്റ് സ്ഥാനത്തൊക്കെ 2 കിട്ടുമ്പോൾ മാറിക്കോളൂ. അയാൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അയാൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ അല്ല കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. കല്യാണം കഴിക്കാത്ത ഒരു നടിയാണ് കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. അതാണല്ലേ? ഇതൊരു തെറ്റാണോ? അത് തെറ്റൊന്നുമില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് എല്ലാ അടുത്ത ആളുടെ പോകണം. ഫ്രഷ് എന്ന് പറയുന്നത് ദിവസം മാറുംതോറും ഒരാൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണോ എനിക്ക് സംശയം. അതെങ്ങനെയാണ്? ഇങ്ങനെയൊന്നും ചോദിക്കരുത്. ഇവന്റെ നഖത്തിന്റെ തുമ്പത്ത് വരെ കാഞ്ഞ ബുദ്ധിയാ. ഞാൻ ഉത്തരം പറയാം. ഒരു കാലത്ത് ഞാൻ മോണോഗാമസേ നടന്നതാണ്. ഒരാൾ പ്രണയിച്ച അത് നടക്കില്ല നടന്നപ്പോ മനസ്സിലായി ഇനി പോളിഗാമസ് നടക്കുള്ളൂ മനസ്സിലായി. ഒരു പോളിഗാമിക്കുള്ള ആംബിയർ ഉണ്ടോ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഇയാളുടെ പ്രശ്നമല്ല ഇതൊക്കെ. ന്യൂസ് കൊടുത്ത് ഇയാളെ ഇതാക്കുന്ന ഇവരുടെ പ്രശ്നമാണ്. സന്തോഷ് ജി ഇപ്പൊ വന്നാലും പറയുന്നതാ ഇത് ന്യൂസ് ഇടുന്നതിനാ, ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്നതിനാ. സന്തോഷ് ജി എങ്ങനെയാ പോപ്പുലറായ? ഹലോ ഒരു മിനിറ്റ്. സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു, അതിന് സോങ് ഉണ്ട്. സാർ ഒരു കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു പൊട്ടൽ എടുത്ത് പറഞ്ഞില്ല. ഞാനത് ചോദിക്കരുതായിരുന്നു. അവർക്ക് പണം കിട്ടാനും അവർക്ക് ലൈക്കും ഷെയറും കിട്ടുവാനും വേണ്ടി അവർ സന്തോഷ് പണ്ഡിറ്റിനെ വിളിക്കുകയും അവരെ എന്നെ കുറിച്ചുള്ള ഒരു സൂചി ഇടം കിട്ടിയാൽ അവിടെ കിണർ കുടിക്കുന്ന വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഞാൻ പറഞ്ഞ പല കാര്യം വീഡിയോ വളച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോ ഒരു വളരെ മോശം ഇമേജ് ആണ് കോമഡി. അങ്ങനെ ശരിക്കും പ്രശ്നം അല്ലെന്ന് എനിക്കറിയാം. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ശ്രുതിക്ക് ജീവൻ കൊടുക്കാൻ ഇല്ല, ഞാൻ പറയാത്ത കാര്യം എടുത്തിട്ടുണ്ട് ആൾക്കാരാണ്. ശ്രുതിക്ക് ജീവൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പല വ്യാജമായിട്ട് പറഞ്ഞു. ചിലത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാം. ഒന്നും പറയാതെ ആരും ഓൺലൈൻ മീഡിയാസിൽ ഇടത്തില്ല. ഇപ്പം ഒരു നടി ഒരു ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ വളച്ചൊടിച്ചു. അത് വളച്ചൊടിക്കുന്നത് ഇവര് പറഞ്ഞിട്ടാണ് വളച്ചൊടിക്കുന്നത്. ഡ്രസ്സല്ല, ഈ പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞിട്ടല്ലേ? പല കാര്യം എന്നെ പരീക്ഷിക്കാതെ എന്റെ കൂടെ പഠിച്ച ഒരു ആക്ടർ എന്നെ കുറിച്ച് വീഡിയോ പറഞ്ഞു. ആക്ടറാ. ആ ആക്ടർ പറഞ്ഞു ഇവൻ എന്നെ കൂടെ പഠിച്ചാണ്, കലയാണ്, ബുദ്ധിയാണെന്ന് പറഞ്ഞു. മീഡിയ ആയിട്ട് എന്താ അറിയാം? ആ ആക്ടർ പറഞ്ഞു ആറാട്ടൻ പണ്ടേ കോഴിയാണ്. എല്ലാം നിന്റെ വിജയം സമാധാനം. ഇങ്ങനെ പറയാത്ത പല കാര്യം വളച്ചു എല്ലാരും പറയില്ലേ? പലതും മീഡിയ വളച്ചു കൊടുച്ചാൽ ഇവർക്കാണ്. ഒരു ആക്ട്രസ് വേറെ ആളെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നടന്മാർക്കും കൈ കൊടുക്കും, നടിമാർക്കും കൈ കൊടുക്കും. നടിമാർക്ക് കൈ കൊടുക്കുന്നത് മാത്രമേ വരുള്ളൂ. നടന്മാർക്ക് കൈ കൊടുത്താൽ കൊടുത്തോടനെ വലിക്കും, നടന്മാർക്ക് കൊടുത്താൽ വലിക്കാറില്ല. അങ്ങനെയില്ല. എനിക്കൊരു സുഖം കിട്ടിയിട്ടില്ല. ഞാൻ ഒരു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോ ഒരു ആക്ട്രസ് ഞാനൊരു കാര്യം പറയാം. താങ്കളൊരു നിഷ്കളങ്കനാ. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ 100 കണക്കിന് ആളുകൾ ഉണ്ടാവും. പിന്നെ അയ്യോ ഇവൻ അതായി ഇവൻ പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ കുഴപ്പം ഭയങ്കര തെരുവിളിയാണ്. കമന്റ്സിലാണ് എവിടെയും കേൾക്കാത്ത തെരുവിളാണ്. പിന്നെ സാഡിസം വേദനിപ്പിച്ച് എൻജോയ് ചെയ്യാം.
അങ്ങനത്തെ ഓരോ അണ്ണാ പ്രശ്നങ്ങൾ തെറിവിളി കിട്ടണമെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ആക്കിയാൽ മതി. ഇവര് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന 3 കാര്യങ്ങൾക്കാണ്. ഒന്ന് കോമാളിത്തരം, 2 അപരാധം, 3 അഡൽട്ട. 3 അഡൽട്ട. സാറിന് എത്രയോ വൾഗറായിട്ട് സാറെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അയാൾ അയാളുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, നാട്ടിലെ എക്സ്പീരിയൻസ് അല്ല ഇവിടെ അല്ല, മമ്മൂട്ടി അങ്ങനെ എടുക്കും, ആ രീതിയിൽ എടുക്കും. കോമാളിത്തരം, മൈക്ക് എടുത്തോണ്ട് പോകും. കോമാളിത്തരം, അപരാധം, അഡൽട്ട. ഈ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ കേരളത്തിലെ പല ആണുങ്ങളും സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ പോസ്റ്റിൽ ഇത്തരം എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സാർ അതെങ്ങനെയാ ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. താങ്കൾ പറയും 1 അപരാധം, 2 കോമാളിത്തരം, മൈക്ക് 3 അഡൽട്ടറി. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആരാ? അതാ കാരണം എന്താ? ആൾക്കാർക്ക് വേണ്ട അതാണ്. ഈ അഥവാ യൂട്യൂബ് ഇങ്ങനെയൊന്നും പൈസ തരുന്നില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്ന് പൈസ കിട്ടുന്നില്ലെന്നായാൽ ഇൻസ്റ്റയിൽ പൈസ കിട്ടില്ല. അണ്ണൻ ഈ പരിപാടി നിർത്തുവോ? പല നിർത്തുന്നില്ല. ഞാൻ ഈ ഫെയിം എൻജോയ് ചെയ്യണ്ട, ഞാൻ ഈ പോപ്പുലാരിറ്റി എൻജോയ് ചെയ്യണ്ട. എന്ത് വിശാലമായ ചിന്താഗതി. ഈ പണി നിർത്തുമെന്ന് ചോദിച്ചു, ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം പണി തുടരും എന്ന് വരെ അറിയോ. ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. എന്ന് ഇവര് നിർത്തുന്നോ അന്ന് ഇദ്ദേഹം പണി നിർത്തും. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. സാർ ഒരു അല്ല, മിനിറ്റ്. പണ്ഡിറ്റിനെ വീട്ടിലിരുത്താനുള്ള എളുപ്പ പണിയെന്തുവോ? അല്ല, പണ്ഡിറ്റിന്റെ കണ്ണിന് പണ്ഡിറ്റ് മാത്രം ഇട്ട് പോവാണ്. അതുകൊണ്ടൊന്നുമില്ല. അത് ഞാൻ പറയുന്നു, സന്തോഷ് പണ്ഡിറ്റ് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളല്ല. സന്തോഷ് ഇവിടെ മെയിൻ സ്ട്രീം ചാനലുകള്, സാറ്റലൈറ്റ് ചാനലുകൾ അടക്കം ഈ പറയുന്ന ആറാട്ടണ്ണന്റെ പല പോസ്റ്റുകളും എടുത്തിട്ട് അവരത് പോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞ സൈഡാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ എല്ലാവർക്കും എക്സിസ്റ്റൻസ് ആണ് മാറ്റർ. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒരു പോയിന്റ് ആണ്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ചാനലിൽ ഇരുന്ന് വീഡിയോ ഇടുന്നു. അങ്ങേക്കുള്ള കോർ ഓഡിയൻസ് ഒരു 1 ലക്ഷം മാത്രമാണ്. ഇവനൊരു എല്ല് കൂടുതലാണല്ലോ സാറേ. പോലത്തെ 3-കിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. പറയാൻ പറ്റൂ. സ്വന്തമായിട്ട് സ്വന്തമായി ചാരിറ്റി ചെയ്ത് ഒരാളെയും വേദനിപ്പിക്കാതെ സ്വന്തമായി കോമാളിത്തരം കാണിച്ച് 3-കിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഈ വ്യക്തി ഇവരെ പോലത്തെ 3-കിട ചാനലിനെ മറ്റുള്ളവർ വേണം. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ X or Y വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മറ്റവന്റെ എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ 3-കിട ചാനൽ മാത്രമാണ്. അങ്ങനെ വ്യക്തി ഹത്യ ചെയ്ത സായിയെ അതേ നാണയത്തിൽ തന്നെ സാർ കൊടുത്താ കൊല്ലത്ത് കിട്ടുന്നതാണ്. ന്യായമാണോ? വണ്ടി എടുക്കട്ടെ മോളെ. ന്യായമാണോ? ഏത് നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവം സന്തോഷം പഠിച്ചോണ്ടാണ് സായിയോട്. സായി എന്റെ കോമാളിത്തരം പറഞ്ഞപ്പോ എടാ നിന്റെ 3-കിട ചാനലല്ലേ ചോദിച്ചേ, സഹിച്ചോ? ഈ 3-കിടന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്കിവിടെ ഇരുന്നിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. കാരണം ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇപ്പൊ നേരത്തെ ആറാട്ടണം പറഞ്ഞു ഈ അപരാധം, ഈ അഡൾട്ട് കണ്ടന്റ്, വേറെന്തൊരു കാര്യം കൂടി. അത് 3 കാണിച്ച ആദ്യം വന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ്. ആദ്യ സിനിമകളിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യ സിനിമകളിൽ നമ്മൾ കണ്ടിരുന്ന അഡൾട്ട് കണ്ടന്റ് ആയിരുന്നു. അത് കാണാൻ പറ്റില്ല, കുടുംബത്തോടൊപ്പം കാണാൻ പറ്റുന്ന സിനിമകൾ ഇറക്കിയിരുന്ന ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ്. സോഷ്യൽ മീഡിയ തുടങ്ങുന്ന സമയത്തായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് പോലും നമ്മളുടെ മുഖത്തേക്ക്, നമ്മൾ പോയി തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല ഞങ്ങൾ ആരും. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയ സമയത്ത് സന്തോഷ് പണ്ഡിറ്റ് സിനിമകൾ കണ്ടത് ഈ പറഞ്ഞ കണക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലായിരുന്നു കൂടുതലും. അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ഒരു യോഗ്യതയില്ല അങ്ങനെ തിരിച്ചൊരു 3-കിട ചാനൽ എന്ന് പറയാനുള്ളത്. അതിന് ഉത്തരം പറയേണ്ടത് സാർ, ഈ പറയുന്ന വ്യക്തി ആളെ എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ കാണുന്നത്. എന്റെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ? എന്റെ ഒരു സിനിമ ഇന്നേ വരെ സാർ, എന്റെ ഒരു സിനിമ ഇന്നേ വരെ A സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അല്ല ഈ വ്യക്തി കാണുന്ന, അല്ല ഇയാൾ പറഞ്ഞല്ലോ ഇയാളെ പടം ഫുള്ള് സെക്സ് ആണെന്ന്. ഏതെങ്കിലും ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? കണ്ടന്റ് ഉണ്ടായിരുന്നു. അല്ല സാർ, ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏത് സിനിമയാണ് ഫേസ്ബുക്കിലാണ് കണ്ടിട്ടുള്ളത്. ഫേസ്ബുക്കിലാണ്. നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല.
സർ ഞാൻ പറയുന്നു ഒരു കാര്യം പോലും ഇയാൾ കണ്ടിട്ടില്ല. വളരെ അതാരെ കണ്ടിട്ടില്ല എന്ന് ഞാൻ കണ്ടിട്ടില്ല. സർ ഇത് ഇതാണ്. എന്തായാലും കലക്കിട നീ. എനിക്ക് തോന്നുന്നത് ഈ ചർച്ച ടെലികാസ്റ്റ് ചെയ്ത കുട്ടികൾ വഴിതെറ്റും. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്ക്.